നമസ്കാരം. സ്റ്റെപ്പർ മോട്ടോറും സെർവോ മോട്ടോറും പരീക്ഷയ്ക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രണ്ട് പേരുകളാണല്ലേ? പക്ഷെ വിഷമിക്കേണ്ട, ഇന്ന് നമ്മളിത് വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പോവാണ്. ഈ ഒരൊറ്റ വിശകലനം കഴിയുമ്പോഴേക്കും ഈ വിഷയം നിങ്ങളുടെ കയ്യിലിരിക്കും, ഉറപ്പ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ഒരു റോബോട്ടിന്റെ കൈ എങ്ങനെയാണ് ഒരു ഗ്ലാസ് താഴെ പോവാതെ കൃത്യമായി പിടിക്കുന്നത്? അല്ലെങ്കിൽ ഒരു 3D പ്രിന്റർ ഒരു നൂല് പോലുള്ള പ്ലാസ്റ്റിക് വെച്ച് എങ്ങനെയാണ് ഇത്രയും പെർഫെക്റ്റായി ഓരോ രൂപങ്ങളും ഉണ്ടാക്കിയെടുക്കുന്നത്? ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള രഹസ്യം എന്തായിരിക്കും? അപ്പോ ഈ കൃത്യമായ ചലനങ്ങൾക്ക് പിന്നിലെ രഹസ്യം എന്താണെന്നറിയുമോ? അത് ശരിയായ മോട്ടോർ തിരഞ്ഞെടുക്കുന്നതിലാണ്. ഈ രംഗത്തെ രണ്ട് സൂപ്പർ സ്റ്റാറുകളാണ് സ്റ്റെപ്പർ മോട്ടോറും സെർവോ മോട്ടോറും. നമുക്കിവരെ രണ്ടുപേരെയും ഒന്ന് അടുത്തറിയാം. ഇന്ന് നമ്മൾ എന്തൊക്കെയാ നോക്കാൻ പോകുന്നതെന്നല്ലേ? ആദ്യം നമ്മൾ സ്റ്റെപ്പർ മോട്ടോർ എന്താണെന്ന് നോക്കും, പിന്നെ സെർവോ മോട്ടറിനെ മനസ്സിലാക്കും. അതിനുശേഷം ഇവർ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നേർക്കുനേർ വെച്ച് താരതമ്യം ചെയ്യും. ഏറ്റവും അവസാനം പരീക്ഷയ്ക്ക് മറന്നുപോകാതിരിക്കാനുള്ള കിടിലൻ ടിപ്സും തരും. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം, അല്ലേ? അപ്പം നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ ആൾ സ്റ്റെപ്പർ മോട്ടർ. ഇതിന്റെ പേരിൽ തന്നെയുണ്ട് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പ്. അതെ, ഘട്ടം ഘട്ടമായിട്ടാണ് ഇവന്റെ യാത്ര. വളരെ സിമ്പിളായി പറഞ്ഞാൽ ഇതൊരു അച്ചടക്കമുള്ള മോട്ടറാണ്. ഓരോ ഇലക്ട്രിക്കൽ സിഗ്നൽ കിട്ടുമ്പോഴും അതൊരു നിശ്ചിത ആംഗിളിൽ മാത്രം കറങ്ങും. ഒരു ഇഞ്ച് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറില്ല. നമ്മുടെ ക്ലോക്കിലെ സെക്കൻഡ് സൂചി ടിക് ടിക് എന്ന് നീങ്ങുന്നത് കണ്ടിട്ടില്ലേ? ഏതാണ്ട് അതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ഇതിന്റെ ഓരോ ചലനവും. ഇതിന്റെ പ്രവർത്തനം എങ്ങനെയെന്നല്ലേ? ഭയങ്കര സിമ്പിളാ. നമ്മളൊരു ഇലക്ട്രിക്കൽ പൾസ് കൊടുക്കുന്നു, മോട്ടോർ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുന്നു, വീണ്ടും ഒരെണ്ണം കൊടുക്കുന്നു, അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ 100 പൾസ് കൊടുത്താലോ? അത് കൃത്യം 100 സ്റ്റെപ്പ് മുന്നോട്ട് പോയിരിക്കും. അതായത് ഇതിന്റെ ഓരോ ചലനവും നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റും. ഒരു സർപ്രൈസും പ്രതീക്ഷിക്കണ്ട. ഇനി പറയാൻ പോകുന്നതാണ് പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. സ്റ്റെപ്പർ മോട്ടോർ ഒരു ഓപ്പൺ ലൂപ്പ് സിസ്റ്റമാണ്. എന്തായി ഓപ്പൺ ലൂപ്പ്? ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. നമ്മളൊരാളോട് ഒരു ജോലി ഏൽപ്പിക്കുന്നു. അയാൾ അത് ചെയ്തു എന്ന് നമ്മളങ്ങ് വിശ്വസിക്കുന്നു. തിരിച്ചുപോയി നോക്കുന്നില്ല, ശരിയായിട്ടാണോ ചെയ്തതെന്ന് ചോദിക്കുന്നില്ല. അതുപോലെയാണ് സ്റ്റെപ്പറും. കൊടുത്ത നിർദ്ദേശം ചെയ്തു എന്നങ്ങ് വിശ്വസിക്കും, പക്ഷേ ശരിക്കും ആ പൊസിഷനിൽ എത്തിയോ എന്ന് തിരിഞ്ഞു നോക്കില്ല. അതായത് ഫീഡ്ബാക്ക് എന്നൊരു സംഭവം ഇതിനില്ല. ഈ വാക്കുകൾ ഓർത്തുവെച്ചോണം. ഓപ്പൺ ലൂപ്പ്, നോ ഫീഡ്ബാക്ക്. കൃത്യമായ സ്റ്റെപ്പുകൾ ഉള്ളതുകൊണ്ടും ഫീഡ്ബാക്ക് ഇല്ലാത്തതുകൊണ്ട് കോസ്റ്റ് കുറവായതുകൊണ്ടുമൊക്കെയാണ് 3D പ്രിന്ററുകളിലൊക്കെ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നത്. ഓരോ ലെയറും ഓരോ സ്റ്റെപ്പാണ്. ഒരു ലെയർ കഴിഞ്ഞാൽ അടുത്ത ലെയർ, അങ്ങനെ കൃത്യമായ ഇടവേളകളിൽ ചലിച്ച് മനോഹരമായ രൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. അതുപോലെ CNC മെഷീനുകളിലും ഇതുതന്നെ താരം. ശരി, സ്റ്റെപ്പർ മോട്ടോർ സെറ്റായില്ലേ? ഇനി നമുക്കതിൻ്റെ കുറച്ചുകൂടി സ്മാർട്ടായ കസിനെ പരിചയപ്പെടാം. സെർവോ മോട്ടോർ. സ്റ്റെപ്പർ ഒരു സാധാരണ ജോലിക്കാരനാണെങ്കിൽ സെർവോ ഒരു സൂപ്പർവൈസറെ പോലെയാണ്. എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. സ്റ്റെപ്പർ മോട്ടോർ പോലെ ടിക് ടിക് എന്നല്ല ഇതിന്റെ ചലനം. പകരം വളരെ സ്മൂത്തായി തുടർച്ചയായിട്ടാണത് കറങ്ങുക. പക്ഷേ ഇതിന്റെ യഥാർത്ഥ മാജിക് അതല്ല. അതൊരു ഫീഡ്ബാക്ക് സെൻസറാണ്. ഈ ഒരു സെൻസറാണ് ഇതിനെ സ്മാർട്ടാക്കുന്നത്. ഇതിന്റെ പ്രവർത്തനം ശരിക്കും നമ്മുടെ ഫോണിലെ ഗൂഗിൾ മാപ്പ് പോലെയാണ്. നമ്മൾ പോകേണ്ട സ്ഥലം സെറ്റ് ചെയ്യുന്നു. വണ്ടിയോടുമ്പോൾ GPS എപ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ ലൊക്കേഷൻ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലേ? വഴിതെറ്റിയാൽ ഉടൻ പറയും റീറൂട്ടിംഗ് എന്ന്. അതുപോലെ സെർവോ മോട്ടോർ ഒരു നിശ്ചിത സ്ഥാനത്തേക്ക് നീങ്ങുമ്പോൾ ഒരു സെൻസർ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും, ഞാനിപ്പോൾ എവിടെയാണ്, എത്തേണ്ട സ്ഥാനത്താണോ എന്ന്. ഒരു ചെറിയ മാറ്റം വന്നാൽ പോലും സെൻസർ അത് കണ്ടുപിടിച്ച് മോട്ടോറിനെ തനിയെ കറക്റ്റ് ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സെർവോ മോട്ടോർ എന്തായിരിക്കും? ഒരു ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം. അതായത് കൊടുത്ത ജോലി ചെയ്യുന്നുണ്ടോ എന്ന് സ്വയം പരിശോധിച്ച് ഉറപ്പുവരുത്തും. തെറ്റുണ്ടെങ്കിൽ അപ്പോൾ തന്നെ തിരുത്തും. ചുരുക്കി പറഞ്ഞാൽ ഫീഡ്ബാക്ക് ഉണ്ട്. സ്റ്റെപ്പർ ഓപ്പൺ ലൂപ്പ്, സെർവോ ക്ലോസ്ഡ് ലൂപ്പ്. ഈ വ്യത്യാസം പരീക്ഷയ്ക്ക് ഉറപ്പാണ്, മറക്കല്ലേ? ഒരു സർജറി ചെയ്യുന്ന റോബോട്ടിന്റെ കൈ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ 1 മില്ലിമീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ എന്ത് സംഭവിക്കും? ഭയങ്കര അപകടമാണ്. അത്തരം സന്ദർഭങ്ങളിലാണ്, അതായത് ഹൈ പ്രിസിഷനും ഹൈ റിസ്ക്കുമുള്ള ജോലികൾക്കാണ് സെർവോ മോട്ടോറുകൾ ഉപയോഗിക്കുന്നത്. അതുപോലെ വലിയ ഇൻഡസ്ട്രികളിലെ ഓട്ടോമേഷനിലും ഇത് നിർണായകമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടുപേരെയും ഇപ്പോൾ ഏകദേശം മനസ്സിലായി. നമ്മുടെ സിമ്പിളായ സ്റ്റെപ്പറിനെയും സ്മാർട്ടായ സെർവോയും. ഇനി ഇവർ തമ്മിൽ ഒന്ന് കൊമ്പുകോർപ്പിച്ചാലോ? നമുക്കിവരെ നേർക്കുനേർ നിർത്തി പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതെ, ഒരു വശത്ത് വളരെ ലളിതമായി സ്റ്റെപ്പ് വെച്ചു പോകുന്ന നമ്മുടെ സ്റ്റെപ്പർ, മറുവശത്ത് സ്വന്തമായി ബുദ്ധിയുള്ള ഫീഡ്ബാക്ക് ഉപയോഗിച്ച് തുടർച്ചയായി ചലിക്കുന്ന സെർവോ. ഇനി ഓരോ പോയിന്റായിട്ട് നമുക്ക് പരിശോധിക്കാം. ഈ ടേബിളിലേക്ക് ഒന്ന് നോക്കിക്കേ. ഈ ഒരൊറ്റ ടേബിൾ പഠിച്ചാൽ മതി ഈ ടോപ്പിക്ക് സെറ്റാവാൻ. ഒന്നാമത്തേത്
ചലനം. സ്റ്റെപ്പർ എങ്ങനെയാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. സെർവോ ആണെങ്കിലോ വളരെ സ്മൂത്തായി കണ്ടിന്യൂസ് ആയി. ഇനി കൺട്രോൾ നമ്മൾ പഠിച്ചത് ഓർമ്മയില്ലേ? സ്റ്റെപ്പർ ഓപ്പൺ ലൂപ്പ്, സെർവോ ക്ലോസ്ഡ് ലൂപ്പ്. കൃത്യതയുടെയും വേഗതയുടെയും കാര്യത്തിൽ ആരാണ് മുന്നിൽ? ഒരു സംശയവും വേണ്ട, സെർവോ തന്നെ. പക്ഷേ വിലയുടെ കാര്യത്തിലോ അവിടെ സ്റ്റെപ്പറാണ് താരം, കാരണം വിലക്കുറവാണ്. പിന്നെ ഏറ്റവും വലിയ വ്യത്യാസം ഫീഡ്ബാക്ക്. സ്റ്റെപ്പറിന് ഫീഡ്ബാക്ക് ഉണ്ടോ? ഇല്ല. സെർവോയ്ക്കുണ്ടോ? ഉണ്ട്. കണ്ടില്ലേ എത്ര സിമ്പിളാണ്? അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഏത് തിരഞ്ഞെടുക്കേണ്ടത്? വളരെ സിമ്പിളായി ഓർത്തുവെക്കാം. നിങ്ങളുടെ പ്രൊജക്റ്റിന് വലിയ കോംപ്ലിക്കേഷനൊന്നുമില്ല, ചെലവ് കുറവായിരിക്കണം, എന്നാൽ അത്യാവശ്യം കൃത്യതയും വേണം. എങ്കിൽ കണ്ണുമടച്ച സ്റ്റെപ്പർ എടുത്തു. നേരെ മറിച്ച് സ്പീഡും ഹൈ ലെവൽ അക്യുറസി നിർബന്ധമാണ്, ഒരു ചെറിയ പിഴവ് പോലും താങ്ങാൻ പറ്റില്ല എന്നാണെങ്കിൽ പിന്നെ രണ്ടാമതൊന്നും ചിന്തിക്കരുത്, സെർവോ തന്നെയാണ് ഉത്തരം. ഇനി നമ്മൾ ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുകയാണ്, നിങ്ങളുടെ സ്വന്തം എക്സാം ചീറ്റ് ഷീറ്റ്. പരീക്ഷാ ഹാളിൽ കയറുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതെല്ലാം ഇനി പറയാൻ പോകുന്ന പോയിന്റുകളിലുണ്ട്. ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ അങ്ങ് പതിപ്പിച്ചോളൂ. സ്റ്റെപ്പർ എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരേണ്ടത് സ്റ്റെപ്പുകൾ, പൾസുകൾ, ഓപ്പൺ ലൂപ്പ്, ഫീഡ്ബാക്ക് ഇല്ല. ഉദാഹരണം 3D പ്രിന്റർ. ഇനി സെർവോ എന്ന് കേൾക്കുമ്പോഴോ? സെൻസർ, തുടർച്ചയായ ചലനം, ക്ലോസ്ഡ് ലൂപ്പ്, ഫീഡ്ബാക്കുണ്ട്. ഉദാഹരണം റോബോട്ടിന്റെ കൈ. ഇത് മാത്രം മതി. ഇനി പരീക്ഷയ്ക്ക് ഇവ തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാൽ ഈ ഉത്തരം അതുപോലെ എഴുതിവെച്ചാൽ മതി, ഫുൾ മാർക്ക് ഉറപ്പ്. ശ്രദ്ധിച്ചു കേട്ടോളൂ. സ്റ്റെപ്പർ മോട്ടോർ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം ഉപയോഗിച്ച് ഘട്ടം ഘട്ടമായിട്ടാണ് ചലിക്കുന്നത്. അതുകൊണ്ട് ചെലവ് കുറഞ്ഞ ആവർത്തന സ്വഭാവമുള്ള ജോലികൾക്ക് ഇത് മികച്ചതാണ്. എന്നാൽ സെർവോ മോട്ടോർ ഫീഡ്ബാക്ക് സെൻസറുള്ള ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം ഉപയോഗിക്കുന്നതുകൊണ്ട് തുടർച്ചയായും അതികൃത്യതയോടെയും ചലിക്കുന്നു. ഇത് റോബോട്ടിക്സ് പോലുള്ള സങ്കീർണമായ ആവശ്യങ്ങൾക്ക് അത്യാവശ്യമാണ്. കണ്ടില്ലേ, എല്ലാ പ്രധാന പോയിന്റുകളും ഇതിലുണ്ട്. ഇനിയിപ്പോൾ ഒരു ചിത്രം വരയ്ക്കാൻ ചോദിച്ചാലോ? അതും സിമ്പിളാണ്. സ്റ്റെപ്പറിന് ഒരു വട്ടത്തിൽ മോട്ടോർ എന്നെഴുതുക. എന്നിട്ട് അതിൽ നിന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പായി മുന്നോട്ട് പോകുന്ന പോലെ 1, 2, 3 എന്നടയാളപ്പെടുത്തി അമ്പടയാളങ്ങളിടുക. സെർവോയ്ക്ക് അതുപോലെ ഒരു മോട്ടോർ വരച്ചിട്ട് അതിൽ നിന്നൊരു ലൈൻ പുറത്തേക്ക് പോയി തിരികെ മോട്ടോറിലേക്ക് തന്നെ വരുന്നൊരു ലൂപ്പ് വരയ്ക്കണം. ആ ലൂപ്പിന് ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് പേര് കൊടുക്കാനും മറക്കരുത്. ഇത്രയേ ഉള്ളൂ. എല്ലാം പഠിച്ചാലും ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നാലോ? അതിനൊരു കിഡിലൻ മെമ്മറി ട്രിക്കുണ്ട്. റെഡിയല്ലേ? സ്റ്റെപ്പറിലെ എസ് എന്തിനാണ്? സിമ്പിൾ സ്റ്റെപ്സ്, ലളിതമായ ഘട്ടങ്ങൾ. സെർവോയിലെ എസ്ഒ സ്മാർട്ട് സെൻസർ, ബുദ്ധിയുള്ള സെൻസർ. ഇനി ഇത് ജീവിതത്തിൽ മറക്കുമോ? ഇല്ല. അപ്പോൾ സ്റ്റെപ്പറും സെർവോയും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ നല്ല ക്രിസ്റ്റൽ ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. 1 സിമ്പിളും ചെലവ് കുറഞ്ഞതുമായ സ്റ്റെപ്പർ. 2 സ്മാർട്ടും ഹൈ പ്രിസിഷനുമുള്ള സെർവോ. അപ്പോൾ ഒരു ചോദ്യം, നിങ്ങളൊരു റോബോട്ടിനെ ഉണ്ടാക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതിന്റെ കൈകൾക്ക് ചലനം നൽകാൻ ഇതിൽ ഏത് മോട്ടോർ ഉപയോഗിക്കും? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇതിന്റെ ഉത്തരവുമായി നമുക്ക് അടുത്തൊരു വിഷയത്തിൽ കാണാം. അതുവരെ എല്ലാവരും നന്നായി പഠിക്കുക.